മാക്സ് മാർട്ടിൻ, ഷെൽ ബ്ലാക്ക്, ടൈലർ സ്വിഫ്റ്റ്. ഒരു ആൽബം ബ്ലോക്ക് ബസ്റ്റർ ആവാൻ ഈ 3 പേരുകൾ തന്നെ ധാരാളം. കാര്യം ഇവരുടെ ഒരു പ്രൊഡക്ഷനിൽ ഒരു വർക്ക് വന്നാലത്തെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ ഈ വർക്കിലെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഏറ്റവും പുതിയ ആൽബം ശരിക്കും ഷേക്സ്പീരിയൻ ഡ്രാമ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒഫീലിയയുടെ ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ടൈലർ സ്വിഫ്റ്റ് ചെയ്ത വർക്കാണ്. ഈ വർക്ക് വളരെ അപ്രീസിയേഷൻ കിട്ടിയ വർക്കാണ്. ശരിക്കും ഒരു ദുഃഖാർത്ഥമായ കഥാപാത്രത്തെ ശരിക്കും നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു ആൽബം സിംഗർ തന്നെ അത് ഞാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസിൽ പെട്ടുകൊണ്ട് അതിൽ നിന്ന് അവർ ആ ക്യാരക്ടറിൻ്റെ പുതിയ ഒരു ഇമാജിനേഷണൽ എന്നതിന് മുകളിലേക്ക് ശരിക്കും അതിനെ പുതിയൊരു പവർ കൊടുക്കുന്നൊരു ഇതുണ്ട്. കാര്യം ശരിക്കും മ്യൂസിക്കിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ച് ചെയ്യുന്നത് വളരെ കുറച്ചാണ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ടൈലർ സ്വിഫ്റ്റ് ഇവിടെ ആ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. കാര്യം ഇത് ഭയങ്കരമായിട്ട് ശരിക്കും ഷേക്സ്പീരിയൻ ഡ്രാമ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓപ്പറ പോലത്തെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈഡായിട്ടുള്ള ഭയങ്കര വിഷ്വൽസിൻ്റെ ബ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ്രൻ്റ് ഒരു ഫീലിംഗ് ഭയങ്കരമാണ്. അത് ടൈലർ സ്വിഫ്റ്റ് ഈ വർക്കിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം ഇപ്പം കമ്പോസിങ് ആണെങ്കിലും സിംഗറാണേലും ഒക്കെ ടൈലർ സ്വിഫ്റ്റാണ്. ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു ആൽബം വരുമ്പോൾ അറിയാം ഗ്ലോബലി പ്രശസ്തമാകുന്ന ആൽബങ്ങളാണ് എല്ലാം തന്നെ. ഇത് ആക്ച്വലി മാൻഡി മൂറാണ് ഇതിൻ്റെ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ എറാസ് ടൂറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വർക്കിൻ്റെയൊക്കെ അതിലെ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സൊക്കെ വന്നു കഴിയുമ്പം ഇതിന് പല ഫ്ലേവേഴ്സുകൾ വരുന്നുണ്ട്. കാര്യം ഇത് ശരിക്കും ഒരു പോപ്പ് ഫീല് കിട്ടുന്നുണ്ടെങ്കിലും പോപ്പിൽ നിന്ന് ഇടയ്ക്ക് ഡാൻസ് നമ്പറിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ വൈഡായിട്ടുള്ള വിഷ്വൽസുകൾക്കൊപ്പം ശരിക്കും ഒരു ഡ്രാമ ക്യൂനെ അവതരിപ്പിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്സ്. എന്നാൽ അതിനൊക്കെ അപ്പുറം ശരിക്കും ഒഫീലിയയുടെ ക്യാരക്ടറിന് ശരിക്കും ഒരു ഒരു കഥയായിരുന്നു ശരിക്കും അത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് സ്വയം എങ്ങനെ ആ ക്യാരക്ടറിനെ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ ഈ ക്യാരക്ടർ പുതിയ ഒരാളായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഫീലിങ്സിൽ അങ്ങനെയാണ് ഇവർ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടലി ഇത് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടും പക്ഷേ സിംഗിൾ ബീറ്റിങ് ആയിട്ടുള്ള റിതമൊക്കെ തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു ഓവറോൾ ഭയങ്കര അപ്രീസിയേഷന് കിട്ടുന്ന ഒരു രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായും ഇതൊരു ബാങ്ങർ മൂഡിൽ തന്നെ നമുക്ക് ആസ്വദിക്കാവുന്ന ഗാനമാണ്. പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ഈ പാട്ട് ടൈലർ സ്വിഫ്റ്റിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള പേജിൽ നിന്ന് യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. 1 മാസത്തിന് മുകളിലായി. അപ്പം ഈ ഒരു ഷോ കേസിലുള്ള ആൽബങ്ങൾ അവരിപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ ക്യാരക്ടർ ബേസ് ചെയ്തുള്ള ചില വർക്കുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാകും എന്നുള്ളതാണ് ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആൽബം സോങ്ങാണ് അത്. തീർച്ചയായും കണ്ടു നോക്കുക. താങ്ക് യു.